എല്ലാവർക്കും നമസ്കാരം. ഇന്ന് പറയാൻ പോകുന്നത് മീനമാസത്തിലെ ഭരണി മുതൽ ഈ മന്ത്രം നിത്യവും 108 തവണ ജപിച്ചു നോക്ക്. അത് നിങ്ങളുടെ ഈ കുടുംബത്തിനും നിങ്ങൾക്കും എന്ന് വേണ്ട നിങ്ങളുടെ കുടുംബ പരമ്പരയ്ക്കും വരുന്ന അത്ഭുതകരമായ മാറ്റം നിങ്ങൾക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ പറ്റും. ഒരൊറ്റ ദിവസം കൊണ്ട് വരില്ല മാറ്റം കേട്ടോ. അത് മീനഭരണി തൊട്ട് 41 ദിവസം തുടർച്ചയായി ജപിക്കുക. എന്നിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന മാറ്റം കമന്റായി രേഖപ്പെടുത്തുക. ഭദ്രകാളി ദേവിയെ അമ്മയായി സങ്കല്പിച്ച് ഐശ്വര്യത്തോടെ പുഞ്ചിരി തൂകിയിരിക്കുന്ന അമ്മയുടെ ആ രൂപം മനസ്സിൽ ധ്യാനിച്ച് വേണം ഈ മന്ത്രം ജപിക്കാൻ. എന്നിട്ട് നമ്മൾ ഏതാഗ്രഹവും അമ്മയോട് പറഞ്ഞാൽ അമ്മ അത് സാധിച്ചു തരും. അപ്പോൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക, പൂർണ്ണമായ വിശ്വാസത്തോടെ വേണം ഇത് മന്ത്രം ജപിക്കാൻ. ഒരു സംശയവും മനസ്സിൽ ഉണ്ടാകാൻ പാടില്ല. ഈ മന്ത്രമാണ് ജപിക്കേണ്ടത്. കാളി കാളി മഹാകാളി ഭദ്രകാളി നമസ്തുതേ കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ. മന്ത്രത്തിന്റെ അർത്ഥമറിഞ്ഞ് വേണം നാം മന്ത്രം ജപിക്കാൻ. എന്നാലേ അതിൻ്റെ ഫലം ലഭിക്കുകയുള്ളൂ. ഈ മന്ത്രം ഭദ്രകാളി ദേവിയുടെ ലളിതവും എന്നാൽ അതീവ ശക്തിയുള്ളതും ഏറ്റവും ഫലപ്രദമായ മന്ത്രമാണിത്. ഈ മന്ത്രത്തിന്റെ ഓരോ വരിയുടെ അർത്ഥം ഞാൻ പറഞ്ഞു തരാം. കാളി കാളി മഹാകാളി, കാളിയായും മഹാകാളിയായും വിളങ്ങുന്നവളെ, അതായത് സമയത്തെയും പ്രപഞ്ചത്തെയും നിയന്ത്രിക്കുന്നവളെ എന്നാണ് അർത്ഥം. ഈ പ്രപഞ്ചത്തിൽ എല്ലായിടത്തും ദേവിയുടെ ശക്തി നിറഞ്ഞിരിക്കുന്നു. ഈ ദേവിയുടെ ശക്തിയാലാണ് എല്ലാം പ്രവർത്തിക്കുന്നത്. അത് മനസ്സിലാക്കുക. ഭദ്രകാളി നമസ്തുതേ. അടുത്തത്, ഭക്തർക്ക് മംഗളം നൽകുന്ന ഭദ്രകാളിയെ അമ്മയ്ക്കായി നമസ്കാരം. കുലം ച കുലധർമ്മം ച, എൻ്റെ വംശത്തെയും അതായത് കുടുംബത്തെയും എൻ്റെ പരമ്പരാഗതമായ ധർമ്മത്തെയും, ധർമ്മം എന്ന് ഉദ്ദേശിക്കുന്നത് സംസ്കാരത്തെയാണ്, എൻ്റെ സംസ്കാരത്തെയും രക്ഷിക്കണേ. മാം ച പാലയ പാലയ, എന്നെയും കാത്തുരക്ഷിക്കണേ കാത്തുരക്ഷിക്കണേ എന്നാണ് അർത്ഥം. ഈ മന്ത്രത്തിന്റെ ലളിതമായ അർത്ഥം ഞാൻ പറഞ്ഞുതരാം. കാളിയും മഹാകാളിയും ഭക്തർക്ക് മംഗളം നൽകുന്നവളുമായ ഭദ്രകാളിയെ, അവിടുത്തേക്ക് എൻ്റെ പ്രണാമം. എൻ്റെ കുടുംബവംശത്തെയും ഞങ്ങൾ പാലിച്ചു പോരുന്ന കുടുംബധർമ്മത്തെയും എന്നെയും അവിടുന്ന് എല്ലായ്പ്പോഴും കാത്തുരക്ഷിക്കുകയാണ് എന്നാണ് ലളിതമായ അർത്ഥം. ഇതിൻ്റെ മന്ത്രത്തിൻ്റെ ഫലത്തെക്കുറിച്ച് പറയാം. വ്യക്തിപരമായ സുരക്ഷയ്ക്കും കുടുംബത്തിൻ്റെ സുരക്ഷയ്ക്കും അഭിവൃദ്ധിക്കും ഏറ്റവും ഉത്തമമാണ് ഈ മന്ത്രം. അതുകൂടാതെ നമ്മുടെ മൂല്യങ്ങളും പാരമ്പര്യങ്ങളും തെറ്റാതെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശക്തി, അനുഗ്രഹം നമുക്ക് ഈ മന്ത്രത്തിലൂടെ നമുക്ക് ലഭിക്കുന്നു. കൂടാതെ ഭയം അകറ്റുകയും ആത്മവിശ്വാസം ഉണ്ടാക്കുകയും ചെയ്യും. കൂടാതെ നമ്മുടെ ഏതാഗ്രഹവും നമ്മൾ പറയാതെ തന്നെ അമ്മ സാധിച്ചു തരും. ആത്മവിശ്വാസം ഉണ്ടായാൽ നമ്മൾ ഏത് പ്രവൃത്തിയും നമുക്ക് വിജയിക്കാൻ ശക്തി കിട്ടും. അത് ഓർത്തിരിക്കുക. ഈ മന്ത്രം അതിന് ഫലപ്രദമാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പൂർണ്ണമായ വിശ്വാസം വേണം മന്ത്രം ജപിക്കുമ്പോൾ. ഒരു സംശയവും മനസ്സിൽ ഉണ്ടാകാൻ പാടില്ല. അമ്മയെ മനസ്സിൽ കണ്ടു വേണം ഈ മന്ത്രം ജപിക്കാൻ. രാവിലെ ജപിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. 108 തവണ ജപിക്കുക. അപ്പോൾ എല്ലാവർക്കും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു.